അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? പിന്നെ ഇന്നിപ്പോൾ നമ്മൾ കുഞ്ഞാപ്പും ഉമ്മയൊന്നും ഇല്ല. കാരണം കുഞ്ഞാപ്പ് രാവിലെ കണ്ട്, അപ്പം എന്നോട് പറഞ്ഞ് എന്തൊക്കെ കല്യാണമുണ്ട്, അപ്പം ഉമ്മാനായിട്ട് കല്യാണത്തിന് പോയിക്കുന്നു. അപ്പോൾ മക്കളെ ഇന്ന് ഞാൻ വരാൻ കാരണം, ഞാൻ ഈ ഫാനും ഇന്ന് വരാൻ കാരണം വെച്ചാൽ എൻ്റെ അപ്പോൾ ഞാൻ മാത്രമല്ല സാജു ഉണ്ട് കേട്ടോ, പിന്നെ ക്യാമറ എടുക്കണ്ടേ. അപ്പോൾ ഇന്ന് വരാൻ കാരണം എന്നോട് പല ആൾക്കാരും ചോദിച്ചിന്, ഫോൺ വിളിച്ചിട്ടും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾ നോമ്പിന് വീഡിയോ എടുക്കുക ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് നോമ്പിന് വീഡിയോ എടുക്കുമെന്ന് പറയാൻ പറ്റി, ഇനിയിപ്പോൾ നോമ്പിന് എന്തായാലും ഉമ്മാനൊന്നും കാണിക്കുന്നില്ല, നോമ്പിന് വീഡിയോ എടുക്കും, പക്ഷേ അതിനനുസരിച്ച് വീഡിയോ എടുക്കുകയുള്ളൂ. നമ്മളാം മാസമല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ എടുക്കണ്ടേ വീഡിയോകളൊക്കെ. ആരാ പെങ്ങൾ വന്നിട്ട് അവിടെ നനക്കൊന്നും ഉണ്ടാതിരിക്കുമെന്നൊന്നും പറയട്ടെ. എന്താ വെള്ളം വറുത്ത് കെട്ടണ്ട, ഓളെ വീടാണത്. അപ്പോൾ ഓളോട് വന്നിട്ടുണ്ട്, നനക്കാണ്. കുറച്ചു നേരം ഉണ്ടായിരിക്കട്ടാ, ഞങ്ങളൊന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കട്ടാ, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ചിലവർ പറയും, കഴിഞ്ഞ പ്രാവശ്യത്തേമാര് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് നോമ്പായിട്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കൂലല്ലേ, നോമ്പായിട്ട് ആരും കാണുന്നില്ലല്ലേ. വെറുതെ പറയണ മക്കളെ, നോമ്പായിട്ട് നോമ്പ് മടിയന്മാരെടുത്തില്ല ഓടിയാ വെറുതെ പറയണ മക്കളെ, പറയാൻ കേക്ക്. നോമ്പായിട്ട് കാണുന്നവര് കാണും, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ യൂട്യൂബറോടൊക്കെ പറയണം, നോമ്പായിട്ട് നിങ്ങൾ വീഡിയോ ഇടാതിരിക്കണ്ട, വീഡിയോ ഇട്ടോളി, അല്ലെങ്കിൽ ആൾക്കാർ മറക്കും നമ്മളെ. ഡെയിലി വീഡിയോ ഇടുക, ചെയ്യുന്നതും നല്ല കണ്ടന്റ് വിടുക. പക്ഷെ ഞങ്ങൾ വലിയ കണ്ടന്റ് ഒന്നും വിടുന്നില്ല, കിട്ടിയതൊക്കെ എടുക്കണേ. അപ്പൊക്കെ എന്താ തോന്നുന്നത്, അതൊരു കണ്ടന്റ്. ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ഉള്ളൂ, കിട്ടിയ കണ്ടന്റ് വെച്ചിട്ട്. അപ്പൊ നമ്മളെ ചിലവരിനോട് പറഞ്ഞിട്ടുണ്ടോ, എന്തിനും ഇങ്ങനെ ബോറടിപ്പിക്കല്, കുഞ്ഞാപ്പൂനെ മാത്രം വരല്ലേ ഷൂട്ട് ചെയ്തില്ലേ, കുഴപ്പമില്ലാന്നോ? എന്നാ ശരി. അപ്പൊ കുഞ്ഞാപ്പൂനെ ഇങ്ങനെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കില്ലേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, സ്വന്തം സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കും KVS ബ്ലോഗിൽ ഞങ്ങൾ കണ്ടമാനം വീഡിയോ എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ സ്നേഹിതന്മാരൊക്കെ അഭിനയിച്ചിട്ടും ലേഡീസുകളൊക്കെ അഭിനയിച്ചിട്ടും ഒക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെ ഓടിയിട്ടേ ഇല്ല. നല്ല നല്ല കഥകളൊക്കെ എടുത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഓടിയിട്ടേ ഇല്ല. നമ്മളെ കുഞ്ഞാപ്പ് വന്ന കാരണമാണ് ഞങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട വെച്ചിട്ട് വലിയ കോടീശ്വരനായിരുന്നല്ല, വീഡിയോ ഒക്കെ ആൾക്കാർ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വീഡിയോ ഒക്കെ യൂട്യൂബറെ പറ്റിയതും അതൊക്കെ പരസ്യം ചെയ്തൊക്കെ ഒരു അറിയാം, കണ്ടതല്ലേ. കുറെ യൂട്യൂബറെ പരിചയപ്പെടാൻ പറ്റിയതും അങ്ങനെയൊക്കെ. ഇനി ആൾക്കാരെ വിചാരം പണിക്കൊന്നും പോവാതെ യൂട്യൂബിൽ വരുമാനമായിട്ട് നടക്കുകയെന്നില്ലേ എന്നുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട്. വെറുതെ പറയാം, യൂട്യൂബിൽ അങ്ങനെ കാര്യമായിട്ട് കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല. ഇല്ല ഒരു $100 എന്തെങ്കിലും കിട്ടും, എന്തിനല്ല 100 100 കിട്ടും. $100 100 കിട്ടൂല, പിന്നെ $100 100 കിട്ടും. $100 പൈസ കിട്ടും. $100 അല്ലടാ, $100 നമ്മക്ക് കിട്ടും. ഇവര് ഭയങ്കര സാധനട്ടാ. ഇവന് ആ പാവം കുഞ്ഞാപ്പുണ്ടാവുമ്പോ കുഞ്ഞാപ്പിനിട്ട് ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ ഒരു പറയണോക്ക് ഉമ്മ അവിടെ നോക്കുന്നുണ്ട്, അതിന്റെ ഉമ്മ കിട്ടാ. വെയിലത്തല്ല ഇട്ടൊന്നുമ്മ, വെയിലത്തൊന്നുമല്ല, ഇവിടെ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇനി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പറയും. കുറെ സ്ഥലങ്ങൾ നമുക്ക് പോകാണ്ട്. അല്ല നമ്മൾ പറയുമ്പോ അപ്പൊ നിങ്ങൾ കഴിയുന്നത് ഞങ്ങൾ വീഡിയോ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറെ വലിയമാരും താത്താരും ചേച്ചിമാരും ഒക്കെ വിളിക്കലുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, എല്ലാവർക്കും സുഖം സുഖമായിട്ട് നല്ലത് വരട്ടെ. അതല്ല അധികം പറഞ്ഞ് നീട്ടണ്ട. അല്ല അതിന് ഇതായിട്ടില്ല, 4 മിനിറ്റ് ആയിട്ടുള്ളൂ. 4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ 5 മിനിറ്റ് എന്താ ചെയ്യാ? എന്തായാലും ഞങ്ങൾക്ക് ഡെയിലി 3-4 തവണ വിളിക്കും. പാവം ഈ വീഡിയോ എന്തായാലും കാണും. കല്യാണിയമ്മ എന്നും ചെല്ലാൻ പറയും. അപ്പൊ കല്യാണിയമ്മ വരാൻ പറ്റുന്നില്ല, ഓരോ തിരക്ക് കാരണം. തിരക്കല്ലേ, എന്ത് തിരക്ക്? എനിക്ക് തിരക്ക്, ഓനക്ക് തിരക്ക്. ഈ മരപ്പണിയൊക്കെ ഉണ്ട്, അപ്പൊ അതിന് പോവും. എനിക്ക് പണി കുറവാണ്. പിന്നെ കല്യാണിയമ്മന്റെ വീട്, കല്യാണിയമ്മന്റെ വീടാ ടോമിതാ. പാവാണ് ടോമി. ഞങ്ങൾ സൗണ്ട് ഇട്ട് വന്നാ. പിന്നെ കല്യാണിയമ്മന്റെ വീട് എവിടെയെന്ന് പറഞ്ഞത്? ഷൊർണൂര്. കല്യാണിയമ്മനൊക്കെ പോണം. എന്തായാലും കല്യാണിയമ്മ ഈ വീഡിയോ കാണണമെങ്കിൽ കല്യാണിയമ്മനോട് 2-ാം തീയതി ഒക്കെ ചെല്ലാൻ പറഞ്ഞിരിക്കണ്. ഇനി എന്തായാലും കല്യാണിയമ്മ നോമ്പ് കഴിഞ്ഞിട്ട് വരാം. ചിലപ്പോ നോമ്പിന്റെ പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ച് തിരക്കൂടി കഴിഞ്ഞ പെട്ടെന്ന് നോമ്പ്. കല്യാണിയമ്മ ചോറൊക്കെ ഉണ്ടാക്കിയൊക്കെ അറിയിക്കണം. നോമ്പിന് പോയി ചോറും ചായയൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് അറിയിക്കണേ. അപ്പൊ അതിന്റെ മുന്നേ പറ്റെങ്കിൽ വരണ്ട്, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് വരാം.
പിന്നെ വേറെ കാര്യമുണ്ട്. വേറെ ഒന്നുമില്ല. ഞാൻ അല്ല ഇത് ലൈക്ക് അയക്കാൻ പറയടാ. അതൊക്കെ ഓർക്കറിയാം. നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞാപ്പൂനും ഉമ്മി ഇനി നാളെ വരും കേട്ടാ. എന്തായാലും നിങ്ങൾ കുഞ്ഞാപ്പൂനും ഉമ്മാനെയും ബാവാനൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സപ്പോർട്ട് വേണോ? അവർ ചെയ്തോളൂ. വരില്ലേ ഇതിന്റെ വരില്ലേ ആൾക്കാർ കാണുള്ളൂ. ഞങ്ങൾക്ക് പ്രശ്നം അവിടെ വെച്ചിട്ടാ. എന്നായിക്കോട്ടെ, ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് നിർത്തുന്നു. എല്ലാവർക്കും എന്തായാലും പറഞ്ഞോ രണ്ടു കൂടെ ഇനി എന്താ പറയാനുള്ളത്? എന്തായാലും അപ്പൊ പോയിക്കോ. നായ തുറല്ല. അങ്ങനെ പോയി. അപ്പൊ ഓളെ പിന്നാലെ പോണക്ക് നായ നായ പോയി. അത് ഓള് ഭയങ്കര പോണേ. അതാ അപ്പൊ ഇവിടെ തിരിക്കണം. ഇന്റെ രണ്ടാമത്തെ പെങ്ങളാണ്. പെങ്ങള് ഓളും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അടിച്ചട്ട് നായ്ക്കളുണ്ട്. ഓര് വന്നിട്ടുണ്ടെങ്കിൽ പിന്നോലെ വരും. കാരണം ഒരു ബിസ്ക്കറ്റ് ആയും എന്താണ് എല്ലാരും കൊടുക്കും. എന്റെ അമ്മ ഉണ്ട് അവിടെ. അമ്മക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു നായ്ക്ക് ആദ്യം കൊടുക്കും. അപ്പൊ ആൾക്കാരൊക്കെ ബോറടിക്കും. നിർത്തിക്കളാം.